നമസ്കാരം. നമസ്കാരം. കുറേ ദിവസമായിട്ട് തമ്മിൽ ഒരുമിച്ച് കണ്ടിട്ട്. അതെ അതെ. അപ്പോൾ ഞാനിന്ന് പ്രധാനമായിട്ട് കാണണമെന്ന് പറയുന്നതും ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാനായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമുള്ളതും ആ വിഷയം അവതരിപ്പിക്കാനുമായിട്ടാണ്. കാരണം എനിക്ക് കല്ലുകളെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ എന്നെ ഞെട്ടിപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുന്ന ഒരു ചോദ്യം എൻ്റെ മുമ്പിൽ വന്നു. ആ ചോദ്യത്തിന് ഉത്തരം തരാൻ പറ്റിയ ഒരാളെന്നുള്ള നിലയിലും കല്ലുകളെക്കുറിച്ച് നല്ല ജ്ഞാനമുള്ളതും നല്ല കല്ലുകളെക്കുറിച്ചും വിൽക്കുന്ന ഇവിടുത്തെ കല്ലുകൾ എങ്ങനെയാണ് ഇത് കച്ചവടം ചെയ്യുന്നതെന്നും എന്ന് പറഞ്ഞാൽ കച്ചവടം യഥാർത്ഥത്തിൽ അത് വാങ്ങിക്കുന്ന ഉപഭോക്താവിന് ഗുണകരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിലുമൊക്കെ നല്ല ധാരണയുള്ള അഭിലാഷിനെ സംബന്ധിച്ചോളം എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. വിദേശത്ത് നിന്ന് ഒരാൾ ബിസിനസ്സുകാരനായിരുന്ന ഒരാളാണ്. ആ ബിസിനസ്സുകാരനായിരുന്ന ഒരാൾ അവിടെ നല്ലവണ്ണം ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ബിസിനസ്സിൽ കുറേ കൂടെ സാമ്പത്തികമായ നേട്ടം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച്, പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം ഒരു സുഹൃത്തിനെ കൂടെ കൂട്ടി. അദ്ദേഹം ഇതൊരു വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു അന്ധവിശ്വാസം എന്ന് ഞാൻ പറയില്ല, വിശ്വാസം കൂടുതലുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കൈകളിലും പ്രത്യേകിച്ച് ചൂണ്ടുവിരലിൽ ഒരു വൈഡൂര്യം ഉണ്ടായിരുന്നു. ഈ വൈഡൂര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞു, അത് ഈ വൈഡൂര്യം ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടായി. ഞാൻ ഈ കുടുംബം നമ്മളുമായിട്ട് ചേരാൻ പറ്റിയത് അതുകൊണ്ടാണ്. നമ്മുടെ ബിസിനസ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും. അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവും. താങ്കളും കൂടെ ഒരു വൈഡൂര്യം തിരിച്ചോളാൻ പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ട് ലക്ഷങ്ങൾ മുടക്കിയൊരു ഡയമണ്ട് ഇട്ടു. സത്യം പറഞ്ഞാൽ ആ ബിസിനസ് അടച്ചുപൂട്ടി കാരാഗൃഹത്തിലായിട്ട് ഈ കാലങ്ങൾ പഴക്കം ചെന്ന ഡയമണ്ടുമായിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ ഇന്ന് അഭിലാഷിനെ കാണും. കണ്ടതിന് ശേഷം ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോയിലൂടെ പറയാം, നിങ്ങൾ കേൾക്കൂ. എന്തായാലും തൽക്കാലം അപ്പോൾ ഇത് മാറ്റി പകരം എന്തെങ്കിലും ചെയ്യണോ? ഇത് വ്യാജമായതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്, ഇല്ലെങ്കിൽ എനിക്ക് ധരിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണോ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ഈ ഡയമണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും എനിക്കറിയാൻ വയ്യ. ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട്. ഇദ്ദേഹം വഴി ഞാൻ ഡയമണ്ട് കൊടുത്തവർക്കെല്ലാം മാറ്റങ്ങളുണ്ട്. പറഞ്ഞാൽ സമയമൊന്നും ആയിട്ടില്ല, ഒരു മാസം കൊണ്ട് തന്നെ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് മനസ്സിൻ്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉണ്ടെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞു. എന്തായാലും ഇതെന്തുകൊണ്ടാണ് ഈ ബിസിനസ്സുകാരൻ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഡയമണ്ട് ആണല്ലോ അയാളെ കയ്യിലുള്ള. നേരത്തെ പക്ഷേ ആ വൈഡൂര്യം ഡയമണ്ടാണ്. ഈ ചൂണ്ടുവിരൽ ധരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഡയമണ്ട് ചൂണ്ടുവിരൽ ധരിക്കാൻ പാടില്ല. അദ്ദേഹം ചൂണ്ടുവിരലിനെ തമ്മിച്ച ഡയമണ്ട് ആണ്, എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത് മേടിച്ചതാണ്. വൈഡൂര്യം അല്ലല്ലോ, പ്രേക്ഷകരുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി അല്ല. അപ്പോൾ ഡയമണ്ട് എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ, ഒരു മോസ്റ്റ് പ്രീഷ്യസ് ആയിട്ടുള്ള, നമുക്ക് പ്രകൃതി ഏറ്റവും അനുഗ്രഹിച്ച് നമുക്ക് തരുന്ന ഒരു മിനറൽസ് അടങ്ങിയ, കാർബൺ മിനറൽസ് അധികമായിട്ട് അടങ്ങിയിട്ടുള്ള ഏറ്റവും ഹാർഡ്നെസ് ഉള്ള ഒരു മൂല്യമുള്ള വസ്തുവാണ് ഡയമണ്ട്. അതിന് തിളക്കവും അതിന് മനോഹാരിതയും പ്രപഞ്ചം ഈശ്വരൻ നൽകിയതെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ലോക രാജ്യങ്ങളിൽ ഡയമണ്ട് ധരിക്കുക എന്ന് പറയുന്നത് നമ്മളാണ്. ഇവിടെ ഗ്രഹനിലകളൊക്കെ ബോധ്യപ്പെടുത്തി നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ച് ചോദിച്ചതാണ്, അമേരിക്കയിലുള്ള ഒരാൾ, അവർ ഗ്രഹനിലയിൽ നിന്ന് നോക്കാനുള്ള ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ്, ഞങ്ങൾ ഡേറ്റ് വെച്ചാണ് ഇടുന്നത്. പക്ഷെ അതിൽ ഡേറ്റ് വെച്ച് ധരിക്കുമ്പോൾ ഉണ്ടാകുന്നത് അവരവരുടെ വിശ്വാസം ഹീലിംഗ്, നമ്മുടെ ബോഡിയിലേക്കുള്ള ഹീലിംഗ് പ്രോസസ്സിങ്ങിനെയാണ് ഡയമണ്ട് ഏറ്റവും കൂടുതൽ ത്വരിതപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു വ്യക്തി ധരിക്കാൻ പാടില്ലാത്തതായിട്ട് ഡയമണ്ട് ധരിക്കുകയാണെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഉണ്ടാകുന്ന മോശം. രണ്ടാമത്, അദ്ദേഹത്തിന് ഏതിലാണോ റിഫ്ലക്ഷൻ, ബിസിനസ്സിലാണെങ്കിലും മറ്റ് ഘടകങ്ങളിലാണെങ്കിലും ഏതിലാണെങ്കിലും നെഗറ്റീവ് ഫോർമേഷൻ കൂടുതലായിട്ട് വരും. നമ്മുടെ ശരീരത്തിലേക്ക് ആ സമയത്തേക്ക് വേണ്ട ഹീലിംഗ് പവർ എന്താണ്? ഡയമണ്ട്. അതുകൊണ്ടാണ് ഡയമണ്ട് ധരിക്കേണ്ടവർ ധരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഡയമണ്ട് ധരിക്കാൻ പാടില്ല, മറ്റൊരാൾക്ക് ഡയമണ്ട് ധരിക്കാം, ഇദ്ദേഹത്തിന് ധരിക്കാൻ പാടില്ല. ബിസിനസ് തകർന്നു പോയി. അത് പുള്ളി മലേഷ്യയിൽ നിന്നാണ് അത് മേടിച്ചത്. മലേഷ്യയിൽ നിന്നാണ് ഇദ്ദേഹം അത് മേടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ മലേഷ്യയിൽ ശരിക്കും ബിസിനസ് ഇതുണ്ട്. മലേഷ്യയിൽ ലോകത്ത് ഓൾ ഓവർ ദ വേൾഡ് നമുക്ക് ഡയമണ്ട്സ് അവൈലബിലിറ്റി ഉണ്ട്, എല്ലാ സ്ഥലങ്ങളിലും കിട്ടും. പക്ഷെ ഇത് മൈൻസ് കൂടുതലായിട്ട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സൗത്ത് ആഫ്രിക്കൻ മൈനാണ്. സൗത്ത് ആഫ്രിക്കൻ മൈനിൽ നിന്ന് നേരെ നമ്മൾ ഇന്ത്യയിലേക്ക് വന്നിട്ടാണ് ഇതെല്ലാം കട്ടും അതിന്റെ പ്രോസസ്സിങ്ങും. അപ്പൊ ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്തുള്ള കേരളത്തിലുള്ള എല്ലാ ഈ ഡയമണ്ട് ജ്വല്ലറികളിലെയും സാധനങ്ങളും വരുന്നത്, ഇത് പ്രോസസ്സ് ചെയ്ത് വരുന്നത് എവിടെ നിന്നാണ്? സൂറത്തിൽ നിന്നാണ്. അതേ സമയത്ത് നമ്മളിപ്പോൾ എല്ലാ ജ്വല്ലറികളും നാച്ചുറൽ ഡയമണ്ട്സ്, ഇന്ന് ഒരു 50% ജ്വല്ലറി പോലും നാച്ചുറൽ ലാബ് ഗ്രൗണ്ടിലേക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതായത് മനുഷ്യനിർമ്മിതമായിട്ട് നമ്മളിപ്പോൾ പ്രപഞ്ചം സൃഷ്ടിച്ചു വിടുന്നു. ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അവർ നേരത്തെ ഗർഭധാരണം അല്ലെങ്കിൽ ഇപ്പം IV പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്, പ്രോസസ്സിങ് അതൊക്കെ ഉണ്ട്. അപ്പോൾ അതേ മെത്തേഡിൽ ഇപ്പം കാർബണിൻ്റെ കണ്ടന്റ് അതേ അളവിൽ കൊടുത്തുകൊണ്ട് ലാബ്
ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഇതുണ്ട്. അതുണ്ട്. അങ്ങനെയുള്ള ഡയമണ്ട്സ് ആണ് മിക്കതും ഇന്ന് 5 സെന്റ് 5 സെന്റ് 10 സെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എല്ലായിടത്തും ഉള്ളത്. നമ്മൾ നാച്ചുറൽ എന്ന് പറയുന്ന സാധനം നാച്ചുറലായിട്ട് നമുക്ക് കിട്ടുമ്പോൾ, നാച്ചുറൽ ഇറ്റ്സ് എ ബിഗ് പ്രോസസ്. അതൊരു വലിയൊരു പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ആ പ്രോസസ്സിങ്ങിലേക്ക് നമുക്ക് കിട്ടി, അതിനെ നമ്മൾ ഷേപ്പ് ചെയ്ത്, അതിനെ നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത്, അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കഴിഞ്ഞാൽ സർട്ടിഫൈ ചെയ്ത് ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ, ഇപ്പം മിനിമം ഒരു ലാബ് ഗ്രോൺ ഡയമണ്ട് എന്ന് പറയുന്ന ഡയമണ്ടിനെ കാട്ടി 25% ചാർജ് കുറവായിരിക്കും. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ വിലയുള്ള ഒരു ഡയമണ്ട് ആണെങ്കിൽ നിങ്ങൾ ലാബ് ഗ്രോൺ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 9 lakhs കിട്ടും. 1 ലക്ഷം രൂപയുടെ വേരിയേഷൻ അവിടെ വരും. പക്ഷെ അത് ക്രിയേറ്റിവിറ്റിയാണ്. സെയിം കാർബൺ ഉണ്ടോ? ഉണ്ട്. പക്ഷെ ഡയമണ്ട് ടെസ്റ്റ് ഉണ്ടോ? ഉണ്ട്. പക്ഷെ നാച്ചുറൽ എന്ന് പറയുന്നത് വേറെയാണ്, ലാബ് ഗ്രൗൺ എന്ന് പറയുന്നത് വേറെയാണ്. പിന്നെ ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഒരു വ്യക്തി പോയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോൺസലൈറ്റ് ഇന്ന് ഡയമണ്ടിനെ വെല്ലുന്ന രീതിയിലാണ്. പക്ഷെ അതിനൊരു ക്യാരറ്റിന് ഒരു 2000-3000 രൂപയെ വിലയുള്ളൂ. കണ്ടാൽ ഭയങ്കര ഡയമണ്ട് ആണെന്ന് പറയും, പക്ഷെ അത് മോൺസലൈറ്റ് ആണ്. അതുകൊണ്ട് ശരീരത്തിനും മനസ്സിനൊന്നും യാതൊരു വ്യത്യാസം ഉണ്ടാവും. മോൺസലൈറ്റ് നമ്മൾ ധരിച്ചുകൊണ്ടൊരു ഡയമണ്ട് തന്നെയാണ് ധരിക്കുന്നത്. അതിലിപ്പോൾ മോൺസലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാർഡ്നെസ് വരുന്നത് എപ്പോഴും 9.75 ആണ് ഹാർഡ്നെസ് വരുന്നത്. അതായത് ഡയമണ്ടിന്റെ ഹാർഡ്നെസ് വരുന്നത് 10 ആണ്. അപ്പോൾ 10 ഹാർഡ്നെസ് വരുന്നതിനാണ് ഏറ്റവും നല്ലൊരു ഡയമണ്ടിനെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് കട്ടിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഡയമണ്ട്, ആരോഗ്യ മേഖലയിൽ ഡയമണ്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. നമ്മളെ വിവിധ സർജറിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള അതിന്റെ ക്ലിപ്പിനും കാര്യങ്ങൾക്കൊക്കെ ഡയമണ്ടാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആണ്, വെരി സ്ട്രോങ്. അതേ രീതിയിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ഡയമണ്ട് ധരിക്കേണ്ട ആൾ ധരിച്ചാൽ സ്ട്രോങ്. അയാൾക്കൊരു പവർ, അയാൾക്കൊരു എനർജി, അയാൾക്കൊരു ഹീലിങ്സ് എല്ലാം ഉണ്ടാവും. ഒരു എയിം ഉണ്ടാവും. നമുക്ക് അത്രയും ഒരു കമ്പാഷൻ ഓഫ് ലൈഫ്. ദാറ്റ്സ് ഡയമണ്ട് ഡെഫിനേഷൻ. പിന്നെ ധരിക്കാത്തവർ, സ്വാമി ചോദിച്ചതുപോലെ ധരിക്കാത്തവർ ധരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബിസിനസ്സും അയാളുടെ കാര്യങ്ങളൊക്കെ തകരാനുള്ള ചാൻസ് വിശ്വസിക്കുന്നതല്ല. മോസ്റ്റായിട്ട് ഞാൻ പറയുന്നത് മറ്റ് റിയാക്ഷനെക്കാട്ടി കൂടുതൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കും. പിന്നെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു തുണി ബിസിനസ് നടത്തി. തുണി ബിസിനസ് നടത്തിയപ്പം അവർക്ക് സത്യം പറഞ്ഞാൽ ഡയമണ്ടിൻ്റെ ആവശ്യമില്ല. ഈ രത്നം ഏതോ ഒരു സാധനം ഈ കല്ലുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ്. ഇവർ ഈ കല്ലെടുത്ത് ഉപയോഗിച്ചിട്ട് അയാൾ ആക്സിഡൻറ്റ് മരിച്ചു. മരണശേഷം ഈ മോതിരം ഇവർക്കുണ്ടാക്കുന്ന ജീവിതത്തിലുണ്ടാക്കിയ ഒരു ആഘാതമാണ് പ്രശ്നം. ഇവർ പറയുന്നത് ഈ മോതിരം അദ്ദേഹം രാത്രി വന്നും മോതിരത്തിൻ്റെ പ്രകാശം കയ്യിൽ തിരിച്ചുകൊണ്ട് ഇവരുടെ മുഖത്തിങ്ങനെ കാണിക്കും എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയം എനിക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഞാൻ പറയും, നിങ്ങൾ ആ മോതിരം എന്നെ കൊണ്ട് തരൂ, ഞാനൊന്ന് അഭിലാഷിൻ്റെ കൊടുത്തിട്ട് ഇത് പവർ ഉള്ളതാണോ, ഇത് എന്ത് തരത്തിലുള്ള, ഈ നേരത്തെ പറഞ്ഞാൽ നാച്ചുറലാണോ, അതല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇവിടെ ചെറിയ നിന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ ധരിച്ചിരിക്കുമ്പോൾ അയാളുടെ എനർജി മോതിരത്തിലേക്ക് വരുമോ? തീർച്ചയായിട്ടും. ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു എനർജി പാസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ചാലകം നാച്ചുറൽ പ്രോസസ് സ്റ്റോൺസ് ആണ്. അത് ഇവരത് വിശ്വസിക്കുന്നു. ഇവർ പറയുന്നു, നമ്മളിപ്പോൾ മുറിയിൽ രാത്രി, അപ്പം ഞാൻ ചോദിച്ചു, ഇത് നിങ്ങൾ ലൈറ്റ് വെച്ചിട്ട് ഇരുട്ടത്തിരുന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നതിനകത്ത് കുറച്ച് അന്ധതയുണ്ടോ എന്ന് എനിക്ക് സംശയം. കുറച്ച് അതുകൊണ്ട് അവർ അറ്റാച്ചഡാണ്. അവർ കിടപ്പറയുടെ തലാനയുടെ ഇന്ന ഭാഗത്ത് വെച്ചുമ്പോൾ രാത്രിയാകുമ്പോൾ അതിൽ നിന്നൊരു പ്രകാശം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിലൊരു പ്രകാശം ഉണ്ടാവില്ലേ? അത് അത്രയും നമ്മൾ ത്വരിതപ്പെടുത്തി പറയേണ്ട ആവശ്യമില്ല. അതൊരു തോന്നലാണ്. അതൊരു അവർക്ക് അവരുടെ ഹസ്ബൻഡ് പോയതിനുള്ള ഒരു റിയാക്ഷൻ. അല്ല, അവർ പറഞ്ഞത് ഇവര് രാത്രി ഇയാൾ കിടക്കുമ്പോൾ ഇദ്ദേഹം ഊരി വെക്കുന്ന സ്ഥലത്താണ് ഇവർ വെക്കുന്നത്. അതൊരു തോന്നലാണ്. അവരുടെ മനസ്സിന്റെ ഒരു, ഞാൻ പറഞ്ഞു നിങ്ങളിത് കൊണ്ടുവരൂ, ഞാനിത് കാണിക്കട്ടെ. കാണിച്ചതിന് ശേഷം ഇത് മനസ്സുമായിട്ടുള്ള ആ നഷ്ടപ്പെട്ടു പോയ ഭർത്താവ് ധരിച്ചിരുന്ന മോതിരം നഷ്ടപ്പെട്ട് കഴിയുമ്പം അത് അദ്ദേഹം മരണശേഷം അദ്ദേഹം രാത്രി ഊരി വയ്ക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് കഴിയുമ്പോൾ ഇവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു വിഭ്രാന്തിയോ അല്ലെങ്കിൽ ഒരു തോന്നലുകളോ ആവാൻ വഴിയുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് അവരുടെ മനസ്സിൻ്റെ തോന്നലാണ്. കാര്യം നമ്മളൊരു സ്റ്റോൺ, ഏത് സ്റ്റോൺസിലും റിങ് ധരിച്ചാലും നമ്മളത് ഊരി വെക്കുക എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും തലയുടെ മുകളിലേക്ക് ഊരി വയ്ക്കാൻ പാടില്ല. കട്ടിലിന്റെ വശത്ത് ഊരി വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാര്യം നമ്മളത് ഊരി വെച്ച് കഴിഞ്ഞാൽ ഇതിലുണ്ടാകുന്ന എനർജി നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ തലയിലേക്ക് പെട്ടെന്നുള്ള ഡയറക്റ്റ് എനർജി പോകാനും അത് നമുക്ക് ഒരുപാട് ഒരു ഡിസ്റ്റർബിങ് ഫീൽ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ദൂരമ്പോൾ എപ്പോഴും നമ്മൾ കയ്യിൽ നിന്ന് ഒരു ശുദ്ധമായ വെള്ളത്തിൽ ശുദ്ധമായ വെള്ളത്തിൽ, നോർമൽ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ വടക്ക് ദിശയിൽ, നമ്മളുടെ കട്ടിലിൻ്റെ വടക്ക് ദിശയിൽ അത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനെങ്ങനെ വെച്ചിട്ട് 24 hours കഴിഞ്ഞ് എടുത്തിടുക എന്നുള്ളത്. അപ്പോൾ ആ വാട്ടറിനകത്തുള്ളൊരു കൂളിംഗ് ഫീലും ഈ പ്രകാശത്തിൻ്റെ എനർജിയുമായിട്ട് നിങ്ങളുടെ ശരീരത്തിലേക്ക് നല്ലൊരു പോസിറ്റിവിറ്റി, അപ്പോൾ ആ ഒരു സഡൻ ഒരു പ്രൊവൈഡ് ഉണ്ടാവും. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് സ്വർണ്ണമോതിരത്തിനും അങ്ങനെ ഇട്ട് വെക്കണം എന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. സ്വർണ്ണമോതിരമല്ല, വെള്ളിയല്ല, ഇനി ഏതിലായാലും രത്നങ്ങൾ ധരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇടണം. യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മാത്രമാണ് സ്വാമി പറയുന്നത്. യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു രത്നം മേടിച്ച് അത് ക്ലിയർ ആക്കി നമ്മൾ ധരിക്കുന്നതിന് മുമ്പ് 24 hours ശുദ്ധമായ പശുവിൻ പാലിൽ
നമ്മളത് ഇട്ട് വച്ചതിന് ശേഷം നിങ്ങൾക്ക് ധരിക്കേണ്ട ടൈമുണ്ട്. ഓരോ ഗ്രഹനിലയ്ക്ക് അനുസരിച്ചിട്ടും അത് ധരിക്കേണ്ട. ഇപ്പോൾ ഡയമണ്ട് ധരിക്കണമെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ രാവിലെ 3 മണിക്കും 3:30ക്കും ഇടയിലായിരിക്കും, ചിലപ്പോൾ 5 മണിക്കും 5:30ക്കും ഇടയിലായിരിക്കും, ചിലപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് 12 മണിക്ക് ശേഷമായിരിക്കും. അത് നിങ്ങളുടെ ജനന സമയവുമായിട്ട് നിങ്ങളുടെ ഗ്രഹനില താരതമ്യം ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് അത്യുത്തമം. അങ്ങനെ ധരിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ. നമ്മൾ അർപ്പിക്കുന്ന വിശ്വാസവും 2 പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന എനർജിയും. അഭിലാഷ് പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മേഖലയെക്കുറിച്ച് ആൾക്കാർക്ക് പരിമിതമായി. ഇപ്പം സ്വർണ്ണം വാങ്ങിക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സ്വർണ്ണം വേണം, 1 കിലോ 1 പവൻ സ്വർണ്ണം മേടിക്കണം, ഇല്ലെങ്കിൽ എത്ര ഗ്രാം സ്വർണ്ണം മേടിക്കണം, എല്ലാ മനുഷ്യർക്കും അതിനെക്കുറിച്ച് ധാരണയുണ്ട്. പക്ഷേ ഈ ഒരു മേഖല രത്നങ്ങളുടെയും പിന്നെ കല്ലുകളുടെയും ലോകത്തെക്കുറിച്ച് മനുഷ്യൻ അറിയാത്തത് കൊണ്ട് ആദ്യം എന്തൊക്കെയാണ്, ഇതെങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ബോധവൽക്കരിക്കാനുള്ള ശ്രമമാണ് അഭിലാഷ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് സ്വാമി പറഞ്ഞതിലൊരു വ്യത്യാസം കൂടിയുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളമായിരിക്കും കേരളത്തിലും രത്നങ്ങൾ ധരിക്കുന്നതുകൊണ്ട് അത് സുലഭമാണ്. പക്ഷേ സ്വർണത്തെക്കാൾ ബിസിനസ് കൂടുതൽ നടക്കുന്നത് ഇന്ന് നോർത്ത് ഇന്ത്യൻസിൽ രത്നങ്ങളാണ്. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സും ഏറ്റവും കൂടുതൽ ആൾക്കാരും രത്നങ്ങൾ ധരിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. അവർ ഓരോ രത്നങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ധരിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ബിസിനസ് ലെവൽ നോക്കിയാൽ സ്റ്റോൺ മാർക്കറ്റാണ് ഇന്ന് രണ്ടാമത്തെ. സ്റ്റെബിലിറ്റി ഓഫ് സ്വർണ്ണത്തെക്കാട്ടി മേഖലയിലാണ് സ്റ്റോൺ മാർക്കറ്റിൻ്റെ വാല്യൂ. അതിൻ്റെ GDP റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഇറ്റ്സ് വെരി ഹൈ. അത് പ്രോസസിങ് ആണ്. എനിക്ക് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം ഇത് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. യഥാർത്ഥം ഞാൻ ഉദ്ദേശിച്ചു ഈ ഖനനം ചെയ്തെടുക്കപ്പെടുന്ന കല്ലുകളെന്നാണെന്ന് എൻ്റെ വിചാരം. ഇത് ഉണ്ടാക്കാൻ പറ്റൂല, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് ഗവൺമെന്റ് അപ്രൂവലോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് ഖനനം എന്ന് പറയുന്നത് ദ മോസ്റ്റ് ഡിഫിക്കൽട്ടാണ്. അതായത് ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലേക്കാണ് വരുന്നത്. കാലാന്തരപ്പെട്ട് ഭൂമി വളരെ മൈന്യൂട്ടായിട്ട് മാത്രം കിട്ടുന്ന സാധനമാണ്. നമ്മൾ അത്രത്തോളം കഷ്ടപ്പാടും അത്രത്തോളം ഇതുകൊണ്ട് ഇത് ഖനനം ചെയ്യുമ്പോൾ സന്തുലിതാവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ തകരാറിലാവുന്ന വെച്ചിട്ട് ഗവൺമെന്റ് തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന കാർബണാണ്. ഓരോ രത്നങ്ങളിലും ഓരോ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ആ മിനറൽസ് ആണ് നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പ്രകാശം ഒരു കല്ലിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം, സ്വാമിതായിരിക്കുന്നുണ്ട്, എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ശില എന്ന് പറയുന്ന എല്ലാ വിഗ്രഹങ്ങളും ശിലയിലാണ്. ശില എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യാനുള്ള എനർജി വളരെ കൂടുതലാണ്. നമ്മൾ വെള്ളം കൊടുക്കുന്നു, ഭഗവാന് നമ്മൾ ധാര കൊടുക്കുന്നു, അത് വളരെ പെട്ടെന്ന് അത് ഒബ്സർവ് ചെയ്യും. അത് ശിലയിലാണ് സാധിക്കുകയുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മുടെ കയ്യിലേക്ക് നമ്മൾ ഈ ഡയമണ്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് പരിമിതി കുറച്ചുകൊണ്ട് ചില രാജ്യങ്ങൾ കിട്ടത്തില്ല. വളരെ ഇന്ത്യയിൽ തന്നെ 1 മൈൻ 2 മൈൻ മാത്രമേ ഉള്ളൂ. ഒറീസ മൈൻ, അതനുസരിച്ചിട്ടുള്ള മൈൻ മാത്രമേ നമുക്കിപ്പോൾ അവൈലബിലിറ്റി ഉള്ളൂ. ആ മൈനിൽ തന്നെ വലിയ മൾട്ടിനാഷണൽ കമ്പനീസാണ് മൈൻ നടത്തുന്നത്. അതൊക്കെ വളരെ കുറച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം കൂടുന്നതിനനുസരിച്ചിട്ട് കാറ്റഗറീസ് കൂടും. ഇപ്പം നമുക്കൊരു ബ്രാൻഡ് സാധനമുണ്ട്, അതിൻ്റെ കോപ്പിയുണ്ട്. അതുപോലെ ഈ ക്രിയേറ്റിവിറ്റികളെല്ലാം വരുന്നത് നാച്ചുറലിൻ്റെ നമ്മൾ എത്ര മനുഷ്യനിർമ്മിതമായിട്ടുണ്ടായെങ്കിലാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ധരിക്കുന്നവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും. നെക്ലേസ്, ഓർണമെന്റ്സ്, നമ്മളെ ഈ ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡയമണ്ടിന്റെ ഓർണമെന്റ്സ് ഒക്കെ വരുന്നതൊക്കെ ലാബ് ഗ്രൗണ്ട് ആണല്ലോ. ഇപ്പം നമ്മൾ ഗുണത്തിന് വേണ്ടി ധരിക്കുന്നതാണ് നാച്ചുറൽ ഡയമണ്ട്സ്. ഓർണമെന്റ്സിലൊക്കെ വരുന്നതൊക്കെ നമ്മൾ ഓർണമെന്റ്സ് എല്ലാം മൂടിയാണ് വരുന്നത്. ഓർണമെന്റ്സ് ധരിക്കുക, ഡയമണ്ട്സിന്റെ ഓർണമെന്റ്സ് ഒക്കെ ധരിക്കുന്നത് അതെല്ലാം മൂടിയാണ് വരുന്നത്. അതെന്തുകൊണ്ട് അത് മൂടി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ലാബ് ഗ്രൗണ്ട് ആണ്. അതിലൊന്നും ഒരു എനർജി ഇല്ല. നമ്മൾ കൊടുക്കുന്ന നമുക്ക് നാച്ചുറലായിട്ട് അത് ശരിക്കും ഒരു ഷോ പീസാണ്. ധരിക്കാം, വളരെ ഭംഗിയല്ലേ ഡയമണ്ട് ധരിക്കുമ്പോൾ. വളരെ പ്രീഷ്യസ് ആയിട്ട് ആരും നോക്കിപ്പോവും. ഏത് ഇരുട്ടത്ത് വന്നാലും ഡയമണ്ട് കണ്ടാൽ ആൾ നോക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പം ഈ യഥാർത്ഥത്തിൽ ഒരു ഡയമണ്ട് ധരിക്കുന്നത് കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റം അത് ഡയമണ്ട് ധരിക്കാൻ അല്ലേ, ഡയമണ്ട് ആണല്ലോ, ആ ധരിക്കാനുള്ള യോഗ്യത സാമ്പത്തിക അടിസ്ഥാനത്തിലല്ല, അവൻ്റെ ഗ്രഹനിലകൾക്ക് അനുസൃതമായിട്ടും അവൻ്റെ നക്ഷത്രങ്ങൾക്ക് അനുസൃതമായിട്ടും മാത്രമേ പറ്റുള്ളൂ. അതെ, തീർച്ചയായിട്ടും. ഒരാൾക്ക് ആവശ്യമുള്ള രീതിയിൽ അയാളുടെ നക്ഷത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ആ പരിശോധനയുടെ ഫലമായിട്ട് ചില ആൾക്കാർ വന്നിട്ട് ചോദിക്കും, ഞാൻ ഏപ്രിൽ മാസം ജനിച്ചവരല്ലേ, എൻ്റെ ബർത്ത് സ്റ്റോൺ ആയിട്ട് എനിക്ക് ഡയമണ്ട് ധരിച്ചുകൂടിയെന്ന്. ധരിക്കാം, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തരിക. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ഈ ജനന സമയം വെച്ചിട്ട് ഇതൊരു അവലോകനം നടത്തി കൃത്യമായിട്ടുള്ള ഒരു എനർജിയിൽ നമ്മളത് ഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം
നമ്മൾ ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഡയമണ്ട് ധരിക്കുന്നതെങ്കിൽ ഗുണത്തിനപ്പുറം ദോഷം വരാൻ പാടില്ല. ഡയമണ്ട് കൊണ്ടുണ്ടാകുന്ന എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഡയമണ്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ വളരെ വളരെ എന്താ പറയുക, ഒരു കൊച്ചു കുട്ടി കിടന്ന ആകാംക്ഷയോടെ ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, ഡയമണ്ട് എന്ന് പറയുന്നത് ധരിക്കാൻ വളരെ ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ നിങ്ങൾക്ക് ധരിച്ചുകൂടാത്ത ഒരാൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഡയമണ്ട് ധരിച്ചുകൂടും, ഇപ്പോൾ യെല്ലോ സഫയറാണ് ധരിക്കേണ്ടത്, നിങ്ങൾ പോയിട്ട് 1 ക്യാരറ്റിന് ഒരു ഡയമണ്ട് മേടിച്ച് ഒരു 6 മാസം അല്ലെങ്കിൽ 1 മാസം ധരിക്കുക. അതിൻ്റെ മാറ്റം എന്താണെന്ന് സ്വന്തമായിട്ട് അനുഭവിച്ചറിയാൻ പറ്റുമല്ലോ. അല്ല, അതങ്ങനെ വളരെ ദോഷമാണ്. വളരെ ദോഷം പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ദോഷമാണ്. അത് താനേ മനസ്സിലാവും. ഈ നവരത്ന മോതിരം ധരിക്കുന്ന ഷോയ്ക്ക് വേണ്ടി ധരിക്കുന്നവർക്കുണ്ടാകുന്ന ഒരുപാട് ഡാമേജ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ കാര്യം പറയുന്നത്. നവരത്ന മോതിരം ഒക്കെ നമ്മൾക്ക് അവിടെ ചെന്ന ഒരു നവരത്ന മോതിരം ധരിക്കാന്നുള്ളത്, അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ആഡംബരമായിട്ടുള്ള കാര്യത്തിന് ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യത്തിന് അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എപ്പോഴും ഇത്തരം കാര്യങ്ങൾ, കല്ലുകൾ ധരിക്കുമ്പോൾ നമ്മുടെ ഗ്രഹനിലകൾ ശക്തമായിട്ട് പരിശോധിക്കണം. ഞാൻ പൂർവ്വജന്മം കൂടെ കൊടുക്കും. ഈ അടുത്ത കാലത്ത് ഒരാൾ, നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തതിന് ശേഷം തന്നെയാണ്, ഒരു സ്ത്രീയാണ് പറഞ്ഞത്, ഒരു സ്വാമി ഇങ്ങനൊരു കല്ല് കണ്ടിരുന്നു, അത് ഇവിടുത്തെ ഒരു പ്രശസ്തമായ ജ്വല്ലറിയിൽ അദ്ദേഹം നോക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷെ അത് ഇട്ടതിന് ശേഷം ഉണ്ടാകുന്ന ഒരുപാട് ദോഷങ്ങളുണ്ടായി. അപ്പോൾ കല്ല് നോക്കുമ്പോൾ അവർക്കത് ധരിക്കാം, പക്ഷെ കല്ല് ഉത്തമത്തിലുള്ളതല്ലായിരുന്നു. അവർക്ക് ആ കല്ല് ധരിക്കാം. അവരുദ്ദേശിച്ചു, ഞാൻ ഈ കല്ല് ധരിച്ചത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എൻ്റെ ടെസ്റ്റ് പാസ്സാവാൻ പറ്റാതിരിക്കുകയും എനിക്ക് ഔദ്യോഗികമായി പ്രൊമോഷൻ ഉണ്ടാകാതിരിക്കുകയും എൻ്റെ കുട്ടികൾക്ക് ഡാമേജ് ഉണ്ടായതെല്ലാം ഈ കല്ലാണെന്ന് അവർ ധരിച്ചു. ഞാൻ നോക്കുമ്പോൾ കല്ല് അവർക്ക് ധരിക്കാം, പക്ഷേ ആ കല്ല് ഉത്തമമായിരുന്നില്ല. അത് ആ കടയുമായിട്ട് ബന്ധപ്പെട്ട പ്രശസ്തമായൊരു ജ്വല്ലറിയിൽ നിന്ന് മേടിച്ച കല്ലാണ്. അവിടെ ആ കല്ല് അവർക്ക് എഴുതി കൊടുത്ത ആൾ അയാൾക്ക് പറ്റിയൊരു പാകപ്പുഴയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് കൂടെയാണ് ഞാൻ പറഞ്ഞത്. അതെ, അത് സ്വാമി പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. നമ്മൾ ഏത് സ്ഥാപനവും ഏതോ ആയിക്കോട്ടെ, എല്ലാവരും ബിസിനസ്സാണ് ചെയ്യുന്നത്, എല്ലാവരും നന്നായി ബിസിനസ് നടക്കട്ടെ, എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. പക്ഷേ ഓരോ വ്യക്തികളും വന്ന് ഒരു കല്ല് ധരിക്കുമ്പോൾ അവിടെ മിക്കവരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എഴുതിയിട്ട് നിങ്ങൾ ഇത് അങ്ങ് ആവശ്യമെന്ന് പറഞ്ഞ് എടുത്ത് കൊടുക്കുന്നത് അവരോട് ചെയ്യുന്ന ചതിയാണ്. അതെ, കൃത്യമായിട്ട് കല്ല് ധരിച്ചാൽ അതിൻ്റെ ഗുണമുണ്ടാവും. ആ ഗുണത്തെ കിട്ടണമെങ്കിൽ നമ്മൾ കൃത്യമായി ജനനസമയം, ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങൾ ജനിച്ച സ്ഥലം, നിങ്ങളുടെ ഭാരം, ഇതൊക്കെ മെൻഷൻ ചെയ്ത് വളരെ കൃത്യമായിട്ട് എന്ന് ധരിക്കണം, ഏത് ദിവസം ധരിക്കണം, തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഏത് ദിവസം ധരിക്കണം, ഏത് ടൈമിൽ ധരിക്കണം, ഇന്ന ടൈമിൽ ഇത് ധരിച്ചാലുള്ള ഇതെന്താണ്. അപ്പോൾ ആ സമയത്ത് ധരിക്കുമ്പോഴുണ്ടാകുന്നൊരു മാറ്റം അനുഭവിച്ചു തന്നെ അറിയാൻ പറ്റും. പിന്നെ പറയും പോലെ നമ്മൾ ഈ കല്ല് ധരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി ഉണ്ട്. ആ എനർജി തന്നെയാണ് നിങ്ങളുടെ ഒരു ആദ്യം നിങ്ങൾക്കുണ്ടാകുന്നൊരു പ്രസന്നത ഭാവമാണ്. പിന്നെ ഞാനിപ്പോൾ നമ്മൾ സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, സ്റ്റോൺ ധരിച്ചാൽ ഇപ്പോൾ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. 3.5 കോടി ജനങ്ങൾ നമ്മളെ ഒന്ന് സ്റ്റോൺ മേടിച്ച് ധരിക്കണം എന്നുള്ള രീതിയിലല്ലല്ലോ നമ്മൾ. അല്ല, വില എല്ലാവരും ചോദിക്കുന്നത് എന്ത് വിലയാകും, അതാണ് ഇവിടെ മലയാളികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം. അവൻ്റെ ആവശ്യകതയല്ല പ്രശ്നം, എനിക്ക് വേണം, പക്ഷേ ഇത് എത്ര വില കുറച്ച് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൂല്യത്തിന് വലിയ വ്യത്യാസം. നമ്മൾ ധരിക്കുന്ന രത്നങ്ങളിൽ ക്വാളിറ്റി ബേസിൽ ഒരിക്കലും വില കുറച്ച് കിട്ടില്ല. അത് ആദ്യം എല്ലാവരും മനസ്സിലാക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ധരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് 3,000 രൂപയ്ക്കും കല്ലുണ്ട്, ഗ്ലാസ് സിന്തറ്റിക്, അല്ലെങ്കിൽ 10,000 രൂപയ്ക്കും കല്ലുണ്ട്, മേടിച്ച് ധരിക്കാം. സിന്തറ്റിക് ആണ്, അല്ല മേടിച്ച് ധരിക്കാം, സിന്തറ്റിക് ആണ്, മേടിച്ച് ധരിക്കാം. അത് ഗുണം ഉണ്ടാവും എന്നുകൊണ്ട് അവരുടെ അടുത്ത് പോയി ചോദിക്കുക, തരുന്നവരുടെ അടുത്ത് ചോദിക്കുക. പക്ഷേ നമ്മൾ നാച്ചുറലായിട്ട് രത്നങ്ങൾ, ഞാൻ എപ്പോഴും ഇവിടെ ഇരുന്ന് പറഞ്ഞ രത്നങ്ങൾ നാച്ചുറലായിട്ട് ധരിക്കുമ്പോൾ ഹൈ ക്വാളിറ്റി എങ്ങനെ ഉണ്ടാകുന്നു? ആ കല്ലിൻ്റെ ക്ലാരിറ്റി, അതിൻ്റെ ക്ലിയർ, അതിൽ പ്രകാശം പോകുന്നതിനുള്ള സ്മൂത്ത്നെസ്, ഇതിനെങ്ങനെയാണ് വില നിശ്ചയിക്കുന്നത്? ഈ കല്ലുകൾക്ക് വില നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഈ കല്ലുകൾക്ക് നമ്മൾ ആരും വില നിശ്ചയിച്ചില്ല. എങ്ങനെയാണ് വില നിശ്ചയിക്കുക? ആ കല്ല്, ഒരു കല്ല്, ഒരു ക്യാരറ്റിന് 5 ലക്ഷം വിലയുള്ള ഒരു കല്ലിന് എങ്ങനെയാണ് അവർ 5 ലക്ഷം എന്ന് പറയുന്നത്? ആ കല്ലിൻ്റെ ക്ലാരിറ്റിയാണ്, അതിലേക്ക് പ്രകാശം മൂവ് ചെയ്യുന്ന ഫാസ്റ്റ്നെസ് ആണ്, അത് നമുക്ക് കിട്ടുന്ന ഭംഗിയാണ്, അത് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയാണ്. അതേ സ്ഥാനത്ത് അതേ കല്ല് ക്യാരറ്റിന് 50,000 രൂപയ്ക്കും ഉണ്ട്. 50,000 രൂപയ്ക്ക് 5 ലക്ഷം രൂപയ്ക്കുള്ള കല്ല് 50,000 രൂപയ്ക്ക് തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ കല്ല് അത് റിയൽ സ്റ്റോൺ അല്ല. 5 ലക്ഷം രൂപയ്ക്കുള്ള കല്ല് 50,000 രൂപയ്ക്കുണ്ട്. അതിൻ്റെ ഏറ്റവും താഴത്തെ ക്വാളിറ്റി ആയിരിക്കും. അല്ല, അത് ധരിക്കുന്ന ആളുകൊണ്ട് പ്രയോജനം ഉണ്ടാകുമോ? നാച്ചുറൽ ക്വാളിറ്റിയിൽ ധരിക്കുമ്പോൾ നമ്മുടെ സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ എല്ലാ മനുഷ്യർക്കും 5 ലക്ഷം രൂപ ക്യാരറ്റ് വെച്ച് ധരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഒരു 10 ലക്ഷം രൂപ ക്യാരറ്റ് വെച്ച് ധരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ധരിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ബേസ് ക്വാളിറ്റിയാണ് ഞാൻ പറയുന്നത്. നാച്ചുറലായിട്ട് നിങ്ങൾ ധരിക്കുമ്പോൾ ഹൈ ക്വാളിറ്റി. ഇപ്പോൾ എൻ്റെ അടുത്തൊരു യെല്ലോ സഫയർ ഒരാൾ ചോദിച്ചു, സിലോൺ യെല്ലോ സഫയർ, നോർമൽ യെല്ലോ സഫയർ വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ സിലോൺ യെല്ലോ സഫയർ ഏറ്റവും ക്വാളിറ്റിയുള്ള യെല്ലോ സഫയറാണ്. ഞാൻ അതേ കൊടുക്കുകയുള്ളൂ ഒരാൾക്ക്. ഇത്ര ക്യാരറ്റ് ധരിച്ചാൽ ഇത്ര ക്യാരറ്റ് ധരിക്കണം. അത് ധരിച്ചില്ലെങ്കിൽ അതല്ലെങ്കിൽ ആവശ്യമില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതാണ് പ്രത്യേകത. പിന്നെ ഇതിനകത്ത് ഈ തൂക്കം, ഒരാളിപ്പോൾ 110 കിലോ ഉള്ള ഒരാൾ
ഈ കല്ലുമായിട്ട് ധരിക്കുന്നതിന് തമ്മിലുള്ള ഒരു ബാലൻസിങ് ഉണ്ടോ? അത് തീർച്ചയായിട്ടും ഉണ്ട്. ഭാരത്തിന് ആനുപാതികമാണ് നമ്മുടെ എനർജി. എപ്പോഴും ഇപ്പോൾ തന്നെ ഒരു 120 കിലോയുള്ള ഒരാൾ, അയാൾക്ക് ഡോക്ടർമാർ പറയുന്നതാണ്, ആ 120 കിലോയുള്ള ആൾ ജിമ്മിൽ പോയി, നിങ്ങൾ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യും, ജിമ്മിൽ പോയി ചെയ്യും. പക്ഷെ അയാൾക്ക് 120 കിലോ ഉണ്ടെങ്കിൽ ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല. ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്താലും അയാളുടെ മെറ്റാബോളിസം ഫുള്ളും വളരെ തകരാറിലായിട്ടിരിക്കുന്ന ഒരു സമയം. 120 കിലോയാണ്, എല്ലാ ഫാറ്റ് ഔട്ടായിട്ട് അടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ എന്താ ചെയ്യുന്നത്? അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അവരുടെ ഭാരം ഒരു 20 കിലോ കുറച്ചതിന് ശേഷം ജിമ്മിൽ നിങ്ങൾ ചെയ്യൂ. അപ്പം അതുപോലെ 120 കിലോ ഉള്ള ഒരാൾക്ക് ഉണ്ടാവുന്ന എനർജി അല്ല 50 കിലോ ഉള്ള ഒരാൾക്ക് ഉണ്ടാവും. അപ്പം നമ്മളെപ്പോഴും ഡിഫറൻ്റ് ആയിരിക്കുന്നത്. അയാളുടെ ശരീരത്തിൽ ഉണ്ടാവേണ്ട എനർജി അയാളിൽ ഉണ്ടാവണം. ഇപ്പം അയാൾക്കൊരു എനർജി ഉണ്ടാവണം, ആ എനർജി ഭാരത്തിൽ തന്നെയാണ്. അപ്പോൾ ആ എനർജി അനുസരിച്ച് അയാൾക്ക് കിട്ടപ്പോഴാണ് അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള ഒരു ഇതുണ്ടാവുന്നത്, അത് ധരിക്കപ്പെട്ട ഗുണം ഉണ്ടാകുന്നത്. അപ്പം എപ്പോഴും 110 കിലോ ഉള്ള ഒരാളുണ്ടാണെങ്കിൽ അയാൾ ധരിക്കേണ്ടത് ഇത്ര ക്യാരറ്റ് നമ്മൾ മിനിമം തന്നെ ഒരു റിക്വയർമെൻറ്റ് പറയും. ആ റിക്വയർമെൻറ്റ് അനുസരിച്ച് പിന്നെ 2 ക്യാരറ്റും 3 ക്യാരറ്റും ധരിക്കുന്നതിനോട് ഞാൻ യോജിപ്പുമല്ല. ആരെങ്കിലും എൻ്റെ മുമ്പിലിരുന്ന് അങ്ങനെ പറഞ്ഞാൽ അതിനെ എതിർക്കുകയും ചെയ്യും ഞാൻ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അതിപ്പോൾ ഒരാളുടെ സാമ്പത്തിക സ്രോതസ് അനുസരിച്ചിട്ടാണ് ഒരാൾക്ക് മേടിക്കാൻ പറ്റുക. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ അതിനകത്തേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പം ഞാനത് മനസ്സിലാക്കുകയാണ്. ഒരു ഈ രത്നങ്ങൾക്ക് മനുഷ്യ ശരീരത്തിലുണ്ടാക്കുന്ന സ്വാധീനം, അവൻ്റെ ജീവിതത്തിലുണ്ടാക്കുന്ന സ്വാധീനം, അവൻ്റെ ബോധത്തിലുണ്ടാക്കുന്ന സ്വാധീനം, അവൻ്റെ കർമ്മത്തിലുണ്ടാകുന്ന മാറ്റം, അവൻ്റെ ഹൃദയത്തിന് മൊത്തത്തിലുള്ള അവൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ആരോഗ്യപരമായ മാറ്റം, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത്ഭുതമാണ്. ശരിക്കും പ്രപഞ്ചം കനിഞ്ഞു നൽകുന്ന ഇത്തരം കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ തന്നെ ഉണ്ട്. പ്രപഞ്ചത്തിൽ നിന്ന് നമ്മളത് കണ്ടെത്തി മനുഷ്യനിലേക്ക് എത്തിക്കപ്പെടാനുള്ള, അത് ധരിക്കാനുള്ളൊരു വിധിയാണ് മനുഷ്യർക്ക് വേണ്ടത്. അത് ദൈവത്തിൻ്റെ ഹിതം പോലെ ദൈവം എല്ലാവർക്കും അതിനുള്ള ഒരു അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. പുതിയ കുറേ വാർത്തകളുമായിട്ട് ഉടനെ എത്താം. നമസ്കാരം.